കുതിച്ച് ചാടിത്തുള്ളി വരുന്നത് സ്ലോ മോഷനിൽ എടുക്കാമെന്ന് വിചാരിച്ചതാ. ചെറുക്കം തേച്ചു സാധാരണ വരുങ്ങണൊക്കെ വന്നു. എന്നാ പിന്നെ നേരെ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു. അവിടെയും തേച്ചു ഓരോ ഓട്ടം. ചെറിയവൻ ടോണിയും വലിയവൻ ജാക്കിയും രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൊരിഞ്ഞ തല്ല. ചെറിയവന് തടിയനോട് വലിയ സ്നേഹമാണെങ്കിലും അടുപ്പിക്കാറില്ല. കാരണം തടിയനൊരു കൈയെടുത്ത് മേത്ത് വയ്ക്കുമ്പോഴേ ചെറുക്കൻ വീണു പോവും. നമ്മളോടിരുന്ന് കളിക്കണം, അതാണ് അവൻ്റെ പ്രധാന വിനോദം. ഇവനുമായി കളിക്കുന്നത് കാണുമ്പോൾ തടിയന് അസൂയം കുശുമ്പും നോക്കും. പിന്നെ അവൻ്റെ ബഹളമൊന്ന് കാണേണ്ടത് തന്നെയാണ്. സ്നേഹിക്കാൻ വേണ്ടി വന്ന് കിടന്നതാ, ഇപ്പം വീണ് ചത്തേനെ പുല്ലാൻ. വീടുകളിൽ ഡോഗിനെ വളർത്തുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? സാധാരണ നമ്മളെല്ലാവരും വീടുകളിൽ ഡോഗിനെ വളർത്താറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിഞ്ഞിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡോഗുകളെ വളർത്തുന്ന കാര്യത്തിൽ ഞാനൊരു മാസ്റ്ററൊന്നുമല്ലെങ്കിലും നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഡോഗുകളോട് നമ്മൾ കാണിക്കുന്ന കുറേ തെണ്ടിത്തരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇനിയൊരു ഡോഗ് പോലും തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. താല്പര്യമുള്ളവർ ഒപ്പം കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോഗുകളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനുഷ്യൻ്റെ സ്ട്രെസ് കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ യവന്മാരോട് ഞാൻ കളിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് സ്ട്രെസ്സ് കൂടുന്നത്. കാരണം രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കാൻ മിടുക്കന്മാരാണ്. നാക്ക് വായിക്കകത്ത് കിടക്കാൻ സമ്മതിക്കില്ല. എന്തൊരു കുരുത്തക്കേടാ പണ്ടാരങ്ങൾ. ഇതിൻ്റെ ഇടയിൽ തടിയൻ്റെ കൂട് തുറന്നു വിട്ടു. അവനും കുതിച്ചു ചാടി വരുന്നത് സ്ലോ മോഷനിൽ എടുക്കാമെന്ന് വിചാരിച്ചതാ. രണ്ടമ്മ പെറ്റ ഇരട്ടകളെ പോലെ അവനും എന്നെ തേച്ചൊട്ടിച്ച്. തടിയനെ തുറന്നു വിട്ടപ്പോൾ അവൻ ചാടിത്തുള്ളി വന്നത് എൻ്റെ അടുത്തേക്കായിരുന്നില്ല, ഒരു ബോൾ എടുക്കാനായിരുന്നു. ആ ബോളാണ് അവൻ്റെ ജീവൻ. 2 ദിവസം ഫുഡില്ലെങ്കിലും നിന്നോളും, ബോളില്ലാതെ നിൽക്കില്ല തെണ്ടി. ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ വാക്കിയാത്ത ആ ബോളുണ്ട്. ചെറിയവനെ സംബന്ധിച്ച് വീട്ടിൽ ആർക്കും വരാൻ അനുവാദമില്ല. അഥവാ ഇനി വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വന്ന പോലെ കയ്യും വീശി പൊക്കോളണം. വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊക്കെയുള്ള ശ്രമമാണെങ്കിൽ അവൻ ഒളിച്ചിരുന്നാലും പണി. അതുപോലെ വീട്ടിലെ കുട്ടികളോട് ആരെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുകയോ അവരെ തൊടാൻ ചെല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയവൻ്റെ തനി സ്വഭാവം അവർ കാണും. തടിയനെ സംബന്ധിച്ച് നമ്മൾ അവൻ എപ്പോഴും ഇക്ലാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തടവിക്കൊണ്ടിരിക്കണം. 4 കാലും പറിച്ചു വെച്ച് കിടന്നു തരും. പക്ഷേ ആ സമയത്തും അവൻ്റെ വായിക്കാത്ത ബോൾ ഉണ്ടാവും. കാശ് കൊടുത്ത് നമ്മൾ ഡോഗുകളെ വാങ്ങുന്നതിനേക്കാളും ഫ്രീ അഡോപ്ഷനിൽ ഇതുപോലെ നല്ല നല്ല ഡോഗുകൾ വരാറുണ്ട്. ഞാനിവരെ രണ്ടുപേരെയും ഫ്രീ അഡോപ്ഷനിൽ എടുത്തതാണ്. പക്ഷേ എനിക്കിതുവരേക്കും ഇവരെ മടുത്തിട്ടുമില്ല. മടുക്കാനുള്ളൊരു കാരണം അവരായിട്ടുണ്ടാക്കി തന്നിട്ടുമില്ല. ജാക്കി എന്നാണ് തടിയൻ്റെ പേര്. വീട്ടിലെല്ലാവരുമായിട്ടും ഫ്രണ്ട്ലിയാണ്. ചിലരൊക്കെ പറയുന്ന റോഡ് വീലർ ഒരാളുടെ മാത്രമേ ഇണങ്ങൂ, പറയുന്ന അനുസരിക്കൂ എന്നാണ്. എന്നാൽ ഇവനെ സംബന്ധിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വീട്ടിലെല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിക്കാൻ പറഞ്ഞാൽ മിണ്ടാതെ പോയി പിടിച്ചു കളയും. അവരിനി എത്ര കാലം കഴിഞ്ഞിട്ട് വന്നാലും അവരെ പിടിക്കുകയും ചെയ്യും. പക്ഷെ കുരയ്ക്കുന്നതിനോട് വലിയ താല്പര്യമുള്ളതായി തോന്നിയിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുരയ്ക്കും, അത്ര തന്നെ. എന്ത് സംഭവമായിരുന്നാലും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടാൽ പോലും എന്താണെന്ന് കണ്ടവനും മനസ്സിലാക്കണം. പിന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം പിന്നെ ചെയ്യുകയുമില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ തടിയന് ഭ്രാന്താണ്. മൃഗയ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ഡോഗ് നീന്തി വരുന്ന കണ്ടിട്ടില്ലേ? ആ ഒരവസ്ഥയാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ. ചെറിയവനെ ഞാൻ പിടിച്ച് അടുത്തിരുത്തിയില്ലേ, അവനെ അതുപോലെ ഇരുത്താൻ വേണ്ടിയാണ് അടുത്ത് വന്നത്. ഇപ്പോഴും ബാക്കിയത്ത ബോളുണ്ടായി. ഇനി ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഇതാണ് അവൻ്റെ അവസാന പരിപാടി. ഞാനിരിക്കുന്നതിൻ്റെ താഴെ വന്നിരിക്കും. ചെറിയവനെ പോലെ എൻ്റെ അടുത്ത് ഇരിക്കണമെങ്കിൽ ചെറിയവനെ കൂടി സ്നേഹിക്കണം എന്ന് തടിയന് തോന്നിക്കാണും. അതാണ് അവൻ്റെ സ്വഭാവം. പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ പൊട്ടന്മാർ നിൽക്കും. ഇതാണ് പ്രധാന വിനോദവും. എന്നാലും ബാക്കിയത്തുന്ന ബോൾ കളഞ്ഞിട്ടില്ലേ. ഇനി നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന നിങ്ങളുടെ നായ്ക്കളെ ഒഴിവാക്കാൻ നിൽക്കുകയാണ് എങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് പോലുള്ള തന്തയ്ക്ക് പിറക്കാത്ത പണി നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ താല്പര്യമുള്ള ആർക്കെങ്കിലും കൈമാറാൻ ശ്രമിക്കുക. എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഫ്രീ അഡോപ്ഷൻ്റെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡോപ്ഷൻ പോസ്റ്റ് ഇടുക. എന്നിട്ടും നടന്നില്ല എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടാൽ അവർ അതിനെ ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൈമാറുകയോ ചെയ്യും. അതോടെ നിങ്ങളുടെ ബാധ്യത ഒഴിയുകയും ചെയ്യും. നിങ്ങളുടെ ഡോഗിന് നിങ്ങൾ നൽകി വന്നതിനേക്കാളും സംരക്ഷണത്തിൽ അത് സുഖമായി ജീവിക്കുകയും ചെയ്യും. ഇനി നാട്ടിൽ ചില നന്മമരങ്ങളുണ്ട്. അവരുടെ ഹാബിറ്റ്സ് എന്താണെന്നറിയാവോ? സ്നേഹിച്ച് വളർത്തിയ ഡോഗിന് ഏതെങ്കിലും കാരണത്താൽ ഒരു മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വലിയ കാര്യത്തിൽ ഡോഗിനെ വിളിച്ച് വണ്ടിയിൽ കയറ്റി ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കും.
എന്നാൽ തൊട്ടടുത്തുള്ള ഒരു മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കുകയോ എന്തിന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാൻ ശ്രമിക്കത്തില്ല. ഇവന്മാരെ പോലുള്ള മണ്ടന്മാരെ വിവരദോഷികളെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇനി പുതുതായി ഡോഗിനെ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ കളിക്കുവാനോ കാവലിനോ ആയിരിക്കും ഒരു ഡോഗിനെ എടുക്കുന്നത്. അത് സ്ഥിരമായി കൂട്ടിലാകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലായ പോലത്തെ അവസ്ഥയായിരിക്കും ആ ഡോഗിന്. മിക്കവാറും ഡോഗ് വലുതായി കഴിഞ്ഞാൽ കൂട്ടിൽ മാത്രമായിരിക്കും സ്ഥാനം. ഡെയിലി ഒരു നേരമെങ്കിലും നിങ്ങളുടെ ഡോഗിനെ അഴിച്ച് പുറത്തേക്ക് നടത്തിക്കുക. നിങ്ങളുടെ വീടിനും പ്രോപ്പർട്ടിക്കും മാത്രമാണ് ഡോഗ് കാവൽ. ഇങ്ങനെ ഡോഗിനെ നടത്തിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. 1, ഡോഗിന് നല്ലൊരു എക്സസൈസ് ആവും. 2, നിങ്ങളുടെ വീടിന് അബദ്ധവശാൽ പുറത്തേക്ക് ഡോഗ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വഴിയാത്രക്കാരെ ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പും നിങ്ങൾക്കുണ്ടാവും. തൊട്ടടുത്തുള്ള മൃഗാശുപത്രി വരെ ഡോഗിനെ കൊണ്ടുപോകേണ്ട കാര്യമേയുള്ളൂ. കൃത്യമായി എല്ലാ ഡോഗുകൾക്കും, അത് നാടനാണെങ്കിലും ബ്രീഡാണെങ്കിലും വാക്സിനേഷൻ കൃത്യമായി എടുത്തിരിക്കുക. ക്ഷമയോടെ കമാൻഡുകൾ ശീലിപ്പിക്കുക. അവരോടൊപ്പം കുറച്ച് സമയം ദിവസവും ചിലവഴിക്കുന്നത് പതിവാക്കുക. ഇത് അവർ നിങ്ങളെ വിട്ട് ദൂരത്തേക്ക് ഓടിപ്പോകില്ല എന്നതിന് കാരണമാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡോഗിനെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും. കുറച്ചുനാൾ ഒരിടത്ത് തന്നെ ഡോഗിനെ കെട്ടിയിടുകയോ അല്ലെങ്കിൽ കൂട്ടിൽ തന്നെ അടച്ചിടുകയോ ചെയ്താൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ഉടമസ്ഥന് തന്നെ കടികിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിരമരുന്നുകൾ കൃത്യമായി നൽകുക. മറ്റ് എന്തെങ്കിലും വയ്യായികയോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ കാണിച്ച് മരുന്ന് നൽകുക. അതിന് ബ്രീഡെന്നോ നാടൻ ഡോഗെന്നോ ഒന്നും കുറച്ചിൽ വിചാരിക്കാതെ അത് കൃത്യമായി ചെയ്തിരിക്കണം. മനുഷ്യർ കഴിക്കുന്ന ഫുഡുകൾ, അതായത് നമ്മുടെ മസാലകളൊക്കെ ചേർന്ന ഫുഡുകൾ ഡോഗിൻ്റെ ഹെൽത്തിന് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡോഗിനെ കൊണ്ടുവരുമ്പോൾ അതിന് കൃത്യമായ ഫുഡ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ ഒരു ഡോഗിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കൂടുക.